പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൈകിട്ട് 4-ന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സഗൗരവത്തിലാണ് കേളു സത്യപ്രതിജ്ഞ ചെയ്തത്. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് OR കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. OR കേളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായ OR കേളു വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPM മന്ത്രിയാണ്. വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി പഠിക്കുമെന്നും ആരോഗ്യ മേഖലയിൽ വയനാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ഇപ്പം ഞാൻ ആദ്യമേ മന്ത്രിയാവുന്നുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷം ഞാൻ മീഡിയക്കാരോട് സംസാരിച്ചിരുന്നു. ഒരു പ്രയോറിറ്റി നമുക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ഈ വിഭാഗക്കാരുടെ ക്ഷേമ പദ്ധതികൾ വേഗം നടപ്പാക്കുക എന്നുള്ളതും അവരെ കൈകളിൽ അത് വേഗം എത്തിക്കുക എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോറിറ്റി ഉണ്ടാവും. അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറും മുഖ്യമന്ത്രിയും ചടങ്ങ് അവസാനിക്കുന്നവരെ മൗനം തുടർന്നു. പരസ്പരം മിണ്ടാതെയും മുഖത്തു നോക്കാതെയും നടന്നു നീങ്ങിയ ഇരുവരും പക്ഷേ ചായ സൽക്കാരത്തിൽ കൈകൊടുത്താണ് പിരിഞ്ഞത്. ഏറെ നാളുകളായി സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷവും ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി V വേണു, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ, OR കേളുവിന്റെ കുടുംബാംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തി OR കേളു മന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.